ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു ഫ്രൂട്ടിൻ്റെ തൈ പരിചയപ്പെടുത്താനും ആ ഫ്രൂട്ട് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഫ്രൂട്ടിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ എന്ന്. അപ്പോൾ അന്ന് എനിക്ക് അതിൻ്റെ പേര് അറിയില്ലായിരുന്നു. ഇപ്പോൾ കമൻറ്റിലൂടെ എനിക്ക് കുറേ ആളുകൾ അതിൻ്റെ പേര് പറഞ്ഞു തന്നു. അപ്പോൾ ഇതാണ് ബറാബ. ബറാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദേശ ഇനം ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. നന്നായിട്ട് കായ്ക്കണമുണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ കാണാനും നല്ലൊരു ചന്തമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു മരം. ഇത് നല്ല വെയിലൊക്കെ ഉള്ള സാധാരണ സ്ഥലത്ത് വെച്ചാൽ ഉണ്ടാവുന്ന ഒരു തൈ തന്നെയാണ്. നമ്മുടെ റംബുട്ടാൻ്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് ചെയ്യണ ഒരു തൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ല വെയിലൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഉഷാറായിട്ട് കായ്ക്കും ചെയ്തിട്ടുണ്ട്. നമ്മളെ ചെറിയ നെല്ലിക്കയുടെ ഒരു വലിപ്പം തന്നെ ഉള്ളൂ കേട്ടോ. സാധാ നാടൻ നെല്ലിക്ക ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വലിപ്പം തന്നെ ഇത് വരുന്നുള്ളൂ. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. നെല്ലിക്കൻ്റെ പോലത്തെ ഒരു പുളിയുണ്ട്, അതല്ല നെല്ലിക്കൻ്റെ പോലെ അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഓറഞ്ചിൻ്റെ ഒക്കെ പോലത്തെ ചെറിയൊരു പുളിയും മധുരമൊക്കെ പാടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ്. പക്ഷേ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ ഉള്ളത് നമ്മളെ കുളത്തൂർ വി ഹോംസ് പറഞ്ഞിട്ടുള്ള കുറച്ച് വില്ലകളാണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റുന്ന വില്ലകളാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല താമസിക്കാനൊക്കെ നമുക്ക് മനസ്സിന് എന്താ പറയുക, ഒരു ശാന്തത ഒക്കെ കിട്ടുന്ന നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഈ വില്ലകളൊക്കെ ഉള്ളത്. ഇതിവിടെ ഒരു കുറച്ച് കാലമായി, ഒരു 15 വർഷത്തോളമൊക്കെ ആയി തുടങ്ങിയിരിക്കണം ഇതിവിടെ ഉണ്ടായിട്ട്. അപ്പോൾ താമസക്കാരുണ്ട്, കുറേ വില്ലകൾ കാലിയുണ്ട്, എന്നാലും കുറേ വില്ലകളിലൊക്കെ ആളുകളുണ്ടേനും വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ചുറ്റോറെ നല്ല എല്ലാ ഫ്രൂട്ടിൻ്റെ തൈകളും കൊടുന്ന് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതുണ്ട് നല്ല മാവ്, ചെറിയ മാവിൻ്റെ തൈയാണ് കേട്ടോ. അതൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ടില്ലേ. ഒക്കെ ഒട്ടുമാവ്, ഒട്ടുപ്ലാവ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ബഡ് ചെയ്തിട്ടുള്ള തൈകളാണ് ഇവരിവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ പിന്നെ എന്താ പറയുക, പെട്ടെന്ന് കായ്ക്കും എന്നുള്ള കാര്യം പിന്നെ നമുക്ക് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ വലിയ വൻമരങ്ങളൊന്നും ഇട്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബഡ് ചെയ്ത തൈകളാണ് ഇവിടെ ഫുള്ളായിട്ട് വെച്ചിട്ടുള്ളത്. കണ്ട, ഞാൻ കുറച്ച് ബറാബ എന്താ പറയുക പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വീഡിയോ എടുക്കാനും എനിക്ക് കഴിക്കാനും കൂടി വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ചതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഈ ഒരു രൂപത്തിലാണ് അതുള്ളത്. അപ്പോൾ വീഡിയോ കാണാത്തല്ലോ അല്ലെങ്കിൽ ഈ ഫ്രൂട്ടിനെ അറിയാത്തല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇത് ഇത്രയൊരു വലിയൊരു പ്രത്യേകതയൊന്നുമില്ല, എന്നാലും ഇത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇത് അച്ചാറിടാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഉപ്പിലിട്ട് തിന്നൂലേ, സുർക്കിയിൽ ഉപ്പിലൊക്കെ അങ്ങനെയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഈത്തപ്പഴവും കൂടി ചേർത്തിട്ടാണ് അച്ചാറിടണമെന്നുണ്ടെങ്കിൽ നല്ല പൊള്ളി ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല, അങ്ങനത്തെ അച്ചാറാണ്. ഇനിയൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു അച്ചാറും കൂടി ഇടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ പറിച്ചെടുക്കാനൊക്കെ കുറച്ച് ചെറിയ ഇങ്ങനെ കമ്പിലാവുകൊണ്ട് നമുക്ക് കുറച്ചൊരു പ്രയാസമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, മുള്ളൊന്നുമില്ല കേട്ടോ. മുള്ളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പേടിയുള്ളൂ പറിക്കാനൊക്കെ. കണ്ടാൽ ഒരു മുള്ളുമരത്തിൻ്റെ ഒക്കെ പോലെ തോന്നും ഇത്, പക്ഷേ മുള്ളൊന്നുമില്ല.